എല്ലാ കൂട്ടർക്കും നമസ്കാരം. ഞാൻ ഇന്നിവിടെ വന്ന കൃഷി ജീവിതത്തിൽ നമുക്ക് എങ്ങനെ ഒരു ബഡ് ചെയ്തതിന് ശേഷം ഒരു മരത്തിൽ തന്നെ ഒന്നിൽ കൂടുതൽ വെറൈറ്റികൾ എങ്ങനെ ബഡ് ചെയ്ത് വയ്ക്കാമെന്നുള്ളതാണ് ഞാൻ ചെയ്തിരിക്കുന്നതാണ്. ഇപ്പം ഞാൻ ചെയ്തിരിക്കുന്നൊരു ഒരു വഴുതന തന്നെയാണ്. ഒരു വഴുതന ഇത് ചുണ്ട ആണ് ശരിക്കും. ചുണ്ടയിലാണ് ഈ രണ്ട് വഴുതന ബഡ് ചെയ്തിരിക്കുന്നത്. ഇത് ചുണ്ടയുടെ ഇലയാണ്. ഇത് കണ്ടോ, ചുണ്ടയിലാണ് ഞാൻ ബഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പം കാണിക്കാം. ഒരു വഴുതന വെള്ളയുണ്ട് ഇവിടെ. ഇപ്പുറത്ത് തന്നെ ഉണ്ട വഴുതനയുണ്ട്. ഇതിൻ്റെ ചോടൊന്നു തന്നെയാണ്. രണ്ട് കിളിപ്പ് വന്നതിൽ രണ്ടും ഞാൻ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടോ. ഒരു ക്ലിപ്പ് വന്ന് കയറി വന്നു, ആ ക്ലിപ്പ് അങ്ങോട്ട് വന്നു. അത് രണ്ടെണ്ണം ഉണ്ട്. അത് ഒന്നുണങ്ങിപ്പോയായിരുന്നു വിട്ടുക. അപ്പോൾ ഇവിടെ ബഡ് ചെയ്ത് നമ്മൾ ഇത് ഞാൻ ആ സമയത്തൊന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇതെങ്ങനെ ബഡ് ഗ്രാഫ്റ്റ് ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിനകത്തുനിന്ന് വി കട്ട് ഷേപ്പ് ചെയ്തിട്ട് ഇത് ചേർത്തിക്കണം. ഒരെണ്ണം ഇത് ചെയ്തു, ഒരെണ്ണം ഇത് ചെയ്തു. നല്ലോണം സ്ട്രോങ് ആയിട്ടുണ്ട്. ഇതിന് മേളോട്ടുള്ള ഭാഗം ഉണ്ടോ, നല്ലോണം ഇത് ചേർന്നു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഞാൻ കളയാൻ നിർത്തിയിട്ടെന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ ക്ലിപ്പുകൾ വരുന്നതനുസരിച്ചിട്ട് ആ ക്ലിപ്പുകൾ അടത്തി കളയും. പിന്നെ ഇല നമുക്ക് ഗ്രോത്തിന് വേണ്ടി അതിൻ്റെ ആ ചുണ്ടയുടെ ഇല നിലവ് നിൽപ്പുണ്ട്. മുമ്പോട്ട് വന്നപ്പോൾ നല്ല ഗ്രോത്തോടുകൂടി നിൽക്കുന്നുണ്ട്. കാലാവസ്ഥയും ഒക്കെ പ്രതിരോധിക്കും ഇങ്ങനെയുള്ള ബഡ് ചെയ്യുന്നത്. ചുണ്ട അത്യാവശ്യം അല്ലാത്ത രോഗപ്രതിരോധ ശേഷി കൂടുതലുള്ള ഇനമാണ്. ഇവിടെ മറ്റേ വഴുതനയുണ്ട്. ഇപ്പോഴത്തെ വഴുതന ഇത് കുറച്ചുകൂടെ വലുതാകുമ്പോൾ ഞാൻ കാണിക്കും. ഇത് ബഡ് ചെയ്ത് ഞാൻ നോക്കാം. എൻ്റെ ഈ വീഡിയോ ഉണ്ടെങ്കിൽ ഞാനത് കൂടി ഇത് കൂട്ടിച്ചേർക്കാം. സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഇത് വലിയ പ്രശ്നമൊന്നുമില്ല, നമുക്ക് ചെയ്ത് വയ്ക്കാവുന്നുള്ളൂ. സപ്പോർട്ടിങ്ങിന് വേണ്ടി മാത്രമാണ് ഇതിന് കൂടെ ഞാൻ ഇവിടെ ചേർത്ത് നിർത്തിക്കുന്നത്. കാരണം അല്ലെങ്കിൽ ഈ ജോയിൻ്റ് വെയിറ്റ് കയറിയിട്ട് ഒടിഞ്ഞു പോകും. ഈ ജോയിൻസ് ഇങ്ങനെ ഇനിയിപ്പോൾ ഈ പ്ലാസ്റ്റിക് വേണം മാറ്റാം നമുക്ക്. എന്നാലും മേളിലൊരു കെട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ബലമായിട്ട് നിൽക്കും. അതുകൊണ്ടാണ് ഇച്ചിരി പൊക്കത്തിൽ നിർത്തിയ. സാധാരണ ഇത്ര നിർത്താറില്ല. ഇവിടെ വെച്ച് തന്നെയാണ് കട്ട് ചെയ്ത് കളയാറുള്ളത്, കട്ട് ചെയ്ത് മാറ്റാറുണ്ട്. പക്ഷേ ഇത് ക്ലിപ്പ് നമ്മൾ അടത്തി കളയുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ക്ലിപ്പ് നമ്മൾ അടത്തി ഇത് ചേർന്ന ഭാഗത്തിൽ വെളുത്ത പാടുകൾ വന്നു. ഫംഗസാണോ സ്കിന്ന് തന്നെയാണ്. വെയിലടിക്കാതെ ഉണ്ടാകും. അപ്പോൾ ഇത് ക്ലീൻ ചെയ്ത് ഇവിടെ നമുക്ക് അതിൻ്റെ ഫംഗൽ ഇതുണ്ട്. ഫംഗസ് വേണമായിരിക്കും. അല്ലെങ്കിൽ ഇതിവിടെ വണ്ണം വെച്ചിട്ട് താഴത്ത് ഓടിഞ്ഞു പോകും. മുള്ളും കൂടി ചെറിയ സപ്പോർട്ടുണ്ട്. കാരണം ഇതിൻ്റെ ഇത് പറിക്കാനായിട്ടുണ്ട്. പറിക്കുക കാരണം